ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാ മോളെ വീട്. അയ്യോ സുനന്ദേച്ചി, ഈ വീടായിരുന്നോ? ആ, എന്തു പറ്റി? അയ്യോ, ഞാനന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ, ആ നവീൻ എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള മാണിക്കുഞ്ഞ് എന്നെ റോട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയെന്ന്. അന്ന് അയാൾ ഇവിടെയായിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് ഗാഥ വരുമ്പോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി. ഇവിടെ ആരും നിർബന്ധിക്കില്ല. അവനടുത്തൊരു തീരുമാനം മറികടക്കാൻ തോന്നിയില്ല. അവനെ വേദനിപ്പിക്കണ്ട. ബാക്കി എവിടെ വീട്ടുജോലിക്ക് എന്നാലും കിട്ടുന്നതിൽ കൂടുതൽ അവിടെ നിന്ന് കിട്ടും. അന്നാ ജോലിക്കാര് പറഞ്ഞതേ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാറുണ്ടെന്നാ. അപ്പൊ പിന്നെ എന്ത് നോക്കാൻ, പോയി ചോദിക്കന്നെ. സുനന്ദേച്ചി, ആലോചിച്ചിട്ട് മതി. ആ ജോലിക്കാരിയോട് അവര് പെരുമാറിയ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്കത്ര പിടിച്ചില്ല. അത് വെറും തോന്നലാ മോളെ. സുനന്ദ ഒരാഴ്ച അവിടെ പോയി നിന്നാലേ ഈ പറഞ്ഞ മേടം ഉണ്ടല്ലോ, അവര് മര്യാദ പഠിക്കുകയും ചെയ്യും, പത്തി താഴ്ത്തി മാളത്തിൽ കയറി ഒളിക്കുകയും ചെയ്യും. പിന്നെ അത് പറയാൻ ഞാനിവിടെ എന്തൊക്കെയാ കാണിച്ചു കൊടുന്നേ? അല്ല, ആരെങ്കിലും വിളിച്ച് നിങ്ങൾ ആ ജോലിക്കാരി ഒന്ന് ശരിയാക്കോ? ആരെ വിളിച്ചു ചോദിക്കാൻ? നേരെ അങ്ങോട്ട് ചെല്ലുക, ജോലിക്കാർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക, നിർത്തുകയാണെങ്കിൽ നിൽക്കുക, പോവാൻ പറഞ്ഞാ പോവുക, അത്ര തന്നെ. സുനന്ദേച്ചി, പോകാൻ ഉദ്ദേശമുണ്ടെങ്കില് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സുനന്ദേച്ചി മോളെയും കൂട്ടിട്ട് പോയാ മതി. എനിക്ക് അവിടെ ജോലിയാവോ? മിണ്ടാതിരിക്കടി. ആ മേഡത്തിനെ ഒരു മോളെ ഉള്ളൂ എന്നല്ലേ ഗോപാലമാമ പറഞ്ഞത്? ആ കുട്ടിയോട് അവർക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. അങ്ങനെയുള്ള അമ്മമാർക്കേ പെൺകുട്ടികളുള്ള അമ്മമാരോട് ഒരു പ്രത്യേക ഇഷ്ടണ്ടാവും. പിന്നെ ഗോപാലമാമ കൂടെ ഉണ്ടെങ്കില് അവര് ചിലപ്പോ ചേച്ചി പറയുന്നതൊന്നും കാര്യാക്കുകയില്ല. സംഗതി കൃഷ്ണമോള് പറഞ്ഞ ഉഗ്രൻ ഐഡിയ. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ് സുനന്ദേ, കൊച്ചിന്റെ അച്ഛനെ ചത്തുപോയെന്ന് പറ. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേട്ടോ. വല്ലാത്തൊരു തമാശ തന്നെ. നീ ചൂടാവാതടി മോളെ കൃഷ്ണേ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യ്, ഇവരെ രണ്ടുപേരെയും കൂട്ടിട്ടേ മോളിലൂടെ പോ. ബാക്കിയൊക്കെ നമുക്ക് വരണടുത്ത് വെച്ച് കാണാന്നേ. എന്തേച്ചി? പോയി നോക്കാം. പക്ഷേ മോളെ കൊണ്ടുപോണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് കേട്ടപ്പോഴാ എനിക്കൊരു താല്പര്യം. നമുക്കിപ്പോ ചാരി നിൽക്കാനൊരു തൂണുണ്ടെങ്കിലേ പറ്റൂ. അവൾ ഒരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടാവൂന്നല്ലേ മാണിക്കുഞ്ഞ് പറഞ്ഞത്? വരട്ടെ, അത്രയും ദിവസം ഉണ്ടല്ലോ. അതിനിടയില് നവീനും അവളും തമ്മിൽ പിരിയാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കും. ഞാൻ മോഹിച്ചത് തട്ടിയെടുത്തത് പകരം ചോദിക്കാൻ ദൈവമായിട്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടു തന്ന അവസരം. മിടുക്കി, ആരും നിർബന്ധിക്കാതെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്തല്ലോ. രാജകുമാരി വന്നിറങ്ങട്ടെ, അവൾക്കുള്ള സ്വീകരണം നമുക്കൊരുക്കി കൊടുക്കാം. അമ്മ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വഴക്കിടാൻ നിൽക്കണ്ട. ചിലപ്പോ ഗസ്റ്റ് ഹൗസിലേക്ക് നമ്മളോട് കൂടെ ചെല്ലണ്ടെന്ന് മുത്തശ്ശി പറയും. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളപ്പോ അമ്മ എങ്ങനെ ചെയ്യൂടി? പിന്നെ ഞാനൊരു കാര്യം പറയാം. അവരെ തമ്മില് വെറുതെ അങ്ങ് തെറ്റിച്ചാ പോരാ. അവളുടെ മുന്നിൽ വെച്ച് അവളോടുള്ള വാശിക്ക് നവീൻ പറയണം, ദേ, ഈ നിൽക്കുന്ന കീർത്തിയെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. പന്തലും സൽക്കാരം ഒന്നുമില്ലെങ്കിലും വേണ്ട, ഒരു ചാരന്റെ അടുത്ത് അവൻ നിന്റെ കഴുത്തിൽ കെട്ടിത്തന്നാലും മതി. അങ്ങനെയൊരു താലി ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നവീനെ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും അമ്മേ. ഞാൻ പറഞ്ഞില്ലേടി, കറങ്ങിത്തിരിഞ്ഞ് ഇത് നമ്മുടെ മുന്നിൽ തന്നെ വരും. സിത്താര ഒരാഴ്ച ചോദിച്ചു, ആർക്ക് വേണ്ടിയാ?
നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. എത്രയായി? 70 രൂപ. ഇതാ മോളെ വീട്. അയ്യോ സുനന്ദേച്ചി, ഈ വീടായിരുന്നോ? ആ, എന്തു പറ്റി? അയ്യോ, ഞാനന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ, ആ നവീൻ എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള മാണിക്കുഞ്ഞ് എന്നെ റോട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയെന്ന്. അന്ന് അയാൾ ഇവിടെയായിരുന്നു. അയ്യോ, എന്നാ നമുക്ക് തിരിച്ചു പോയേക്കാം മോളെ. അയ്യോ അത് വേണ്ട, ഞാനിതേ ഇവിടെ നിക്കാം. ചേച്ചി പോയി സംസാരിച്ചിട്ട് വാ. ചെല്ല്. ഒരു കാര്യം ചെയ്, നല്ല വെയിലുണ്ട്, മോളി കൊട പിടിച്ചോ. ആ, ചേച്ചി പോയിട്ട് വാ, ചെല്ല്. എന്താ? എന്റെ പേര് സുനന്ദേന്നാ. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെങ്കില്. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? സിനി, ആരത്? ജോലിക്ക് ആളെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു വന്നതാ. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ഒരു മാർഗവുമില്ല. അവളെ നന്നായി വളർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. പുറത്തൊക്കെ ചോദിച്ചപ്പോ സ്ത്രീകൾക്ക് വലിയൊരു മാതൃകയാണ് മാഡം എന്ന് പറഞ്ഞു. അതാ മാഡത്തിന്റെ അടുത്തേക്ക് വന്നത്. എവിടെ നിന്റെ വീട്? വാഴപ്പള്ളി അമ്പലത്തിന്റെ അടുത്താ. മാമിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, പോയിക്കോളൂ. സിനി, അവരോട് നാളെ മുതൽ ജോലിക്ക് വന്നോളാൻ പറ. മകക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയല്ലേ. ഒന്ന് നിന്നേ. നാളെ മുതൽ ജോലിക്ക് വന്നോളാൻ മാം പറഞ്ഞിട്ടുണ്ട്. ജോലിയുടെ സ്വഭാവമൊക്കെ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. എന്നാ പോയിക്കോളൂ. എന്തായി? സമ്മതിച്ചു. ഓ, പോവാ. വാ. അമ്മേ, അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല. തലയ്ക്ക് പെട്ടെന്നൊരു പിടുത്തം പോലെ. കുറച്ചു നേരത്തേക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ കൃഷ്ണയെ ഒന്ന് വിളിക്കട്ടെ? അയ്യോ വേണ്ട, അവളെ ഇപ്പൊ വിളിക്കണ്ട.